ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കഴക്കൂട്ടം പീഡനത്തിൽ പിടിയിലായ പ്രതി മധുരയിൽ നിന്ന് മുക്കിയല്ലോ. ആ പ്രതി സ്ഥിരം കുറ്റവാളി. തമിഴ്നാട്ടിൽ മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പ്രതി ഹോസ്റ്റലിൽ കയറിയത് മോഷണത്തിന് വേണ്ടിയാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഗോപാൽ ശിലാസനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗുഡ് മോർണിംഗ് ഗോപാൽ. ഈ മധുരയിൽ നിന്ന് പിടികൂടിയ ലോറി ഡ്രൈവറായ പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നാണോ പോലീസ് കരുതുന്നത്? ഇയാൾ അവിടെ കയറിയത് റേപ്പിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വേണ്ടിയല്ലെന്നും മോഷണത്തിന് വേണ്ടി കയറിയപ്പോൾ ഈ കുട്ടിയെ കണ്ട് ഇയാൾ ഈ കുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു പോവുകയാണ് എന്നുണ്ടായതെന്നുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. എങ്ങനെയാണ് ഇയാളിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സനൽ? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ് എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. കാരണം ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ മോഷണ കുറ്റമടക്കം നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. അപ്പോഴും കേരളത്തിൽ ഇയാൾക്കെതിരെ ഒന്നും ഇതുവരെ കേസുകളോ FIRകളോ ഒന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അപ്പോഴും ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയതും തിരുവനന്തപുരത്ത് ഈ ഹോസ്റ്റലിൽ കയറിയതുമൊക്കെ എന്തിന് ഈ മോഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ, അതോ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണോ എന്ന കാര്യത്തിൽ പോലീസിനൊരു അന്തിമ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇയാൾ വ്യാഴാഴ്ചയാണ് തമിഴ്നാട് മധുരയിൽ നിന്ന് പുറപ്പെടുന്നത്. തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു ഭാരിച്ച മെഷീനുമായിട്ട്, ഒരു ലോഡുമായാണ് ഇയാൾ ലോറിയിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത്. മധുരയിൽ നിന്നും നാഗർകോവിൽ വഴി കളിയിക്കാവിള വഴി തിരുവനന്തപുരത്തേക്കായിരുന്നു യാത്ര. തിരുവനന്തപുരത്തെത്തി ഇയാൾ തിരുവനന്തപുരത്ത് ലോഡ് ഇറക്കിയതിനു ശേഷം കഴക്കൂട്ടത്തേക്ക് ഇയാൾ വരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന പ്രതി ആ സ്ഥലത്ത് തഞ്ചത്തിൽ ആ സ്ഥലമൊക്കെ ഒന്ന് നോക്കി വെച്ചതിന് ശേഷം ആസൂത്രിതമായി ഈ ഹോസ്റ്റലിലേക്ക് കടന്നു കയറിയതാണ് എന്നതാണ് പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ അനുമാനിക്കുന്നത്. അതായത് ഇയാൾ പെട്ടെന്നുണ്ടായ ഒരു ഇൻസ്റ്റിങ്ക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തൊരു കൃത്യമല്ല, പകരം സ്ഥലവും സാഹചര്യവും നോക്കി സുരക്ഷയില്ല എന്നൊക്കെ ഉറപ്പുവരുത്തി കാത്തിരുന്ന് ഇത്തരത്തിലൊരു അക്രമം നടത്തിയതാണ് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. തിരുവനന്തപുരത്ത് ലോഡ് ഇറക്കിയതിന് ശേഷം കൊല്ലത്ത് പോയി മറ്റൊരു സാധനം എടുത്ത് ആ ലോഡുമായി തിരിച്ച് മധുരയിലേക്ക് പോകേണ്ടതായിരുന്നു തൊട്ടടുത്ത ദിവസം. അതായത് വെള്ളിയാഴ്ച പകൽ കൊല്ലത്ത് പോയി ഒരു ലോഡ് എടുത്തതിന് ശേഷം മധുരയിലേക്ക് മടങ്ങേണ്ടിയിരുന്നയാളായിരുന്നു. എന്നാൽ ഈ ഇടയ്ക്ക് ഈ സംഭവം ഉണ്ടായതോടുകൂടി തന്നെ ഇയാൾ തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ ലോറിയുമായി മുങ്ങുകയായിരുന്നു. തുടർന്ന് ഇന്നലെ പോലീസ് സംഘം വിശദീകരിച്ചതുപോലെ തന്നെ ലോറി ട്രാക്ക് ചെയ്തുകൊണ്ട്, അതായത് ഒരു ലോറി എന്ന വിവരം മാത്രമാണ് പോലീസിന് ഉണ്ടായിരുന്നത്. ആ ലോറി സഞ്ചരിച്ച വഴികൾ, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കം ട്രാക്ക് ചെയ്ത് ഇയാളെ പിന്തുടർന്ന് മധുരയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. എന്തായാലും ആ പോലീസ് സംഘം ഇപ്പോൾ വിശദമായി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. തുടർന്ന് തിരിച്ചറിയൽ പറയുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. ഓക്കെ, ഇത് ഇയാൾ മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോഡുമായിട്ട് വരുന്നു. മെഷീനുമായിട്ടാണ് വന്നത്. നാഗർകോവിൽ കളിയിക്കവിള വഴി വന്ന് തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് ലോഡ് ഇറക്കിയതിന് ശേഷം ഇയാൾ കഴക്കൂട്ടത്ത് വന്നത് ഭക്ഷണം കഴിക്കാനാണ്. പക്ഷെ ഭക്ഷണം കഴിക്കാൻ വന്നത് മോഷ്ടിക്കാൻ വേണ്ടി കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്ത ഒരു ഹോസ്റ്റലിൽ കയറിയിട്ട് ഈ കുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു പോയത്. എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിപ്പോയി. പ്രത്യേകിച്ചൊരു മെട്രോ നഗരം, ഒരു IT ജീവനക്കാർ ഏറെ താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന നഗരം. രാത്രികാലങ്ങളൊക്കെ വളരെ സജീവമാണ്. പക്ഷേ പലയിടങ്ങളിലും ഡാർക്ക് സ്പോട്ടുകളാണ് ഈ കഴക്കൂട്ടം IT മേഖലകളൊക്കെ. ടെക്നോ പാർക്കിൻ്റെ പരിസരങ്ങളിലൊന്നും ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളൊക്കെ നിരവധിയുണ്ട് ഇവിടെ. അതൊക്കെ പ്രത്യേകം പോലീസും നിരീക്ഷിക്കുക, പോലീസ് പെട്രോൾ ചെയ്യുക. അവിടെയൊക്കെ ചില സാമൂഹ്യ വിരുദ്ധരുണ്ട്. രാത്രിയിൽ ഈ പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് മുന്നിൽ വന്ന് നഗ്നതാ പ്രദർശനമൊക്കെ നടത്തുന്ന ഒരുപാട് പേര് ഈ കഴക്കൂട്ടം ഭാഗത്തെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്.